സ്തോത്രപ്രകാശവും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കാനായിട്ട് നന്ദി പറയാം. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ശ്രീപിതാവേ, നിൻ്റെ സന്നിധിയിലായിരിക്കും നമുക്കായിട്ട് എന്നെ സ്തുതിക്കുന്നു. നീ നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ട് നന്ദി കർത്താവേ. കഴിഞ്ഞ ദിവസം ഈ കർത്താവേ, ഞങ്ങളായിരുന്നിടത്തൊക്കെയും ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളെ നടത്തുകയും ചെയ്ത നിൻ്റെ സ്നേഹത്തിനായിട്ട് നന്ദി കർത്താവ്. നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഞങ്ങളെ സഹായിക്കണം, ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് തന്നെ കർത്താവ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിത്തോളം നടത്തിയതിനായിട്ട് നന്ദി പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചിരുന്ന യേശുവിനാഥ് തന്നെ. ആമേൻ. വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കി. അതിനായിട്ട് ഞാൻ നന്ദിയോടുകൂടി ആയിരിക്കുന്നു. കാരണം നമ്മൾ പാട്ടുപാടി ദുഃഖത്തിൻ്റെ പാനപാത്രം എന്നുള്ള ഒരു പാട്ട് പാടിയപ്പോൾ അതിനകത്ത് ഒരു ചരണമിങ്ങടെയായിരുന്നല്ലോ, ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല, എപ്പോഴും എൻ്റെ കർത്താവിനെ ഒന്ന് കാണാമെന്നേ ഉള്ളൂ എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ പാടിയപ്പോൾ എത്രമാത്രം അത് നമ്മൾ പലപ്പോഴും നമുക്കറിയാം ആ പാട്ട് എവിടെയാണ് പാടുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളിന്ന് പാടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജീവനുള്ളവരായിരിക്കുന്നു. ആ ജീവനുള്ളവരായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നമ്മളത് പാടിയപ്പോൾ എത്ര പേർക്കത് ആ ഹൃദയത്തിൽ തന്നെ അത് പാടാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം, നമ്മുടെ കർത്താവിനെ ഒന്ന് കാണാമേ എന്നുള്ളൂ എന്നുള്ള ഒരു കാര്യം, ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പാടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് പാടുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിന് ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അത് റിയലായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ പാടാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് എപ്രകാരം ആണ് ഇതിനെയൊക്കെ നമ്മൾ കാണുന്നതെന്നുള്ളത് ഡെയിലി ബേസിലുള്ള നമ്മുടെ ലൈഫിൽ നമുക്ക് അറിയാൻ കഴിയും. നമുക്കൊരു വാക്യം എടുക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ സാജുബാർ നമ്മളുടെ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പല കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതിനോടുള്ള അനുബന്ധിച്ച് തന്നെ എന്നോട് ദൈവം ഇടപെട്ട ഒരു വാക്യമായിരുന്നു. അന്ന് നമ്മൾ കേട്ടു വിശ്വാസത്തെ പറ്റിയും ബിലീവ് അല്ലെ ഫെയ്ത്ത് ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കേട്ടു. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കേട്ടു. ഇതൊക്കെയും കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ഒരു കാര്യമായിരുന്നു. ഗലാത്യർ 2 നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം തന്നെയാണ്. പൗലോസ് പറയുന്ന ഒരു കാര്യമാണ് 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിനുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഇത് ഞാൻ ചിന്തിക്കാനുള്ള കാര്യം, പൗലോസ് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. ക്രൂശുമരണത്തെപ്പറ്റി അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടി മരിക്കുമ്പോൾ അല്ലെങ്കിൽ പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നതിന് പൗലോസ് സംസാരിച്ച ഒരു കാര്യമായിരുന്നു. അതിനോടനുബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ് റോമർ 6 ചില വാക്യങ്ങൾ ഞാനിങ്ങോട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്നവരും അതുപോലെ നമ്മളെല്ലാവരും ഈ സ്നാനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള വാക്യങ്ങൾ തന്നെയാണ് ഈ 6 അധ്യായം എന്നുള്ളത് നമുക്കറിയാം എല്ലാവർക്കും തന്നെ. അതിനകത്ത് ചില വാക്യങ്ങൾ താഴോട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് 5 മുതലുള്ള വാക്യങ്ങൾ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോടുകൂടി നാം ഏകീകരിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന് സാദൃശ്യത്തോടും ഏവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അതിന് ശേഷം താഴോട്ട് എഴുതിക്കുന്നു, അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം താഴോട്ട് വീണ്ടും എഴുതിയിരിക്കുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കുകയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചു പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. നമുക്കറിയാം ആ കാര്യങ്ങളൊക്കെ. അതിനുശേഷം പൗലോസ് നമ്മളെ ഒരു ബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഓർപ്പെടുത്തുന്ന ഒരു ബലം പകരുന്ന ഒരു കാര്യമാണ്, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ എണ്ണുവീൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഇനിയും മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. അപ്പം വീണ്ടും പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. അതിന് താഴോട്ട് വീണ്ടും എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ.
അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവനോടുകൂടെ ക്രൂശിക്കപ്പെടുമ്പോൾ, അവനോടുകൂടെ മരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുമ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ അവയവങ്ങളെ ഇനി അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. കഴിഞ്ഞ ദിവസം സാജു ബഹർ ഇങ്ങനെ പറഞ്ഞു, അവൻ്റെ കൂടെ ക്രൂശിക്കപ്പെടുന്ന അവസ്ഥ പറഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം, അതായത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബ്രദർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു, സ്വാതന്ത്ര്യം എന്നുള്ളത് പാപത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം. അതായത് നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥയിലായിരുന്നിടത്തു നിന്ന് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമാക്കി നമ്മളെ തീർത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവനോടുകൂടെ നമ്മൾ ക്രൂശിക്കപ്പെട്ട അവന് വേണ്ടി അവനോടുകൂടെ നമ്മൾ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മുടെ ജീവിതത്തിനകത്ത് കഴിഞ്ഞ കാലങ്ങളിലുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ നടന്ന ഒരു രീതി വീണ്ടും ആവർത്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളറിയാം. നമ്മളിതൊക്കെ വചനങ്ങൾ ധാരാളമായിട്ട് കേൾക്കുകയും നമ്മൾ ഓരോ ദിവസവും നമ്മളെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൗരന്മാരുടെ എല്ലാം നമ്മളെ ഉപദേശിക്കുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിതിലൊക്കെ ആയിരിക്കുമ്പോഴും വീണ്ടും നമ്മൾ തിരിഞ്ഞ് ലോകത്തിൻ്റെ പല കാര്യങ്ങളിലേക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വിശുദ്ധമതികളൊക്കെയാണെന്ന് പറയുമ്പോൾ തന്നെയും നമ്മൾ വീണ്ടും പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകാൻ നമ്മൾ അറിയാതെ തന്നെ പോകാനുള്ള വഴികളുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്നിടത്തൊക്കെയും നമ്മൾ ഏത് സമയത്തും ഈ ലോകത്തിൻ്റെ ആദിപാഠങ്ങളിലേക്ക് തിരിയാനുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. കാരണം അങ്ങനത്തെ ലോകത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. വൃത്തിയാൽ സോഷ്യൽ മീഡിയ ഉണ്ട്, മൊബൈലുണ്ട്, എല്ലാ പാപത്തിൻ്റെ അവസ്ഥകളും നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ മൊബൈൽ എന്ന് പറയുന്നൊരു സാധനം തന്നെ നമ്മൾ നോക്കുമ്പം അത് ശരിക്കും ഒരു പിശാചിൻ നമ്മളെ ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടി അതിനെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ അത് ഏറ്റവും ചീത്ത കാര്യങ്ങളിലേക്ക് നമ്മളെ ടൈം സ്പെൻഡ് ചെയ്ത് കളയുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ സമയത്തെ വളരെ വ്യർത്ഥമാക്കി ബിസിയാക്കി അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത സമയങ്ങളാക്കി നമ്മളെ മാറ്റാൻ അത് കഴിയും. അതേ സമയത്ത് അത് നമുക്ക് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം അതാണ് ഗലാത്യരിൽ പറഞ്ഞിരിക്കുന്നത്, അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ ജീവിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരവസ്ഥ പറയാം. അതിന് ശേഷം താഴോട്ട് വീണ്ടും വായിക്കാം. അതിൻ്റെ 12 എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു, നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അതെ, കർത്താവ് പറയുന്നത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു, നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അതിന് താഴോട്ട് എഴുതിയിരിക്കുന്നു, നിങ്ങളെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങൾ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. അതെ, കർത്താവ് നമ്മളെ ഒരിക്കലൂടെ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു സമയത്ത് നമ്മൾ ഈ ലോകത്തിലായിരുന്ന സമയത്ത് നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ, അതായത് നമുക്കങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, നമ്മൾ ആ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാതിരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ കർത്താവിനെ അറിയാതിരുന്നതിന് മുമ്പ് നമ്മൾ ഈ ലോകത്തിലായിരുന്നപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളിലും നമ്മൾ ചെയ്തു പോകുന്ന ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിനുശേഷം കർത്താവ് നമ്മളെ വിളിച്ചതിന് ശേഷം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇനിയും ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുകയും. അതാണെന്ന് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതായത് നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ഞ തോന്നുന്നുണ്ട് തന്നെ, അതിൻ്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾ ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. ഇതിനെക്കുറിച്ചും നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ തന്നെ കേട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ. അതെ, കർത്താവ് നമ്മളെക്കുറിച്ചെല്ലാം ആഗ്രഹിക്കുന്നത് ആ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇത് നമ്മൾ ഓരോ ദിവസവും കഴിയുന്തോറും ദൈവത്തിൻ്റെ വചനം നമുക്ക് ലഭിക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ പാപത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോഴും അത് കേട്ട്
ഈ തഴമ്പ് വന്നിട്ട് ആ തഴമ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയാണോ, അതോ ഇത് കേട്ടിട്ട് അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളിവിടെ വരുന്നു, വചനങ്ങൾ കേൾക്കുന്നു, നമ്മളിവിടെ വന്നു പറയുന്നു, എന്നോട് ഇന്ന് ദൈവം ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആ ഒരു സ്വാതന്ത്ര്യത്തിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഇവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങളിൽ ദൈവം എന്നോട് ഇന്ന് സംസാരിച്ചു, ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു. അതേസമയത്ത് ആഗ്രഹിക്കുന്നെന്ന് പറയുകയും അത് പുറത്തേക്ക് നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മൾ വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. കാരണം അത് നമ്മൾ അറിയുന്നത് നമ്മുടെ ഭവനത്തിലായിരിക്കാം, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലായിരിക്കാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിലായിരിക്കാം. അവിടെയാണ് ഇതെല്ലാം നമ്മൾ തെളിവായി വരുന്നത്. പക്ഷേ ആ സ്വാതന്ത്ര്യം, അതായത് ആ പാപത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം ഓരോ ദിവസവും നമ്മളത് നേടുക തന്നെ വേണം. അത് നേടിയില്ലെങ്കിൽ പറഞ്ഞ പോലെ നമുക്കിത് കാര്യങ്ങളെല്ലാം നമ്മുടെ തലയിലിരിക്കും, പക്ഷേ നമ്മുടെ പ്രവൃത്തിയിലൊന്നും ഇത് കൊണ്ടുവരാൻ കഴിയത്തില്ല. കാരണം കർത്താവ് പറഞ്ഞ പോലെ ഒരു ഉറച്ച കണ്ണീരും നിലവിളിയോടും കൂടി തന്നെ ഇതിൻ്റെ മുമ്പിൽ പാപത്തിനോട് ജയിക്കണമെങ്കിൽ അതിനോട് പോരാട്ടം തന്നെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പലപ്പോഴും നമുക്കറിയാം, പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ ജയിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ പറയും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പറയും, പക്ഷേ നമുക്കതിനു വേണ്ടി ഒരു ത്യാഗം ചെയ്യുവാൻ തോന്നും. അതിനെ ജയിക്കണം, അല്ലെങ്കിൽ ഇന്ന പാപം എന്നിൽ വാഴുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യം എന്നെ മുറുകെ പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വായിക്കുന്നതിനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനോ തടസ്സമായിട്ട് പല കാര്യങ്ങളും എന്നിൽ നിൽക്കുന്നു. കർത്താവേ, അത് പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയി ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വന്നിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് വരുവാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. അത് അതിൻ്റെ താഴെ ഏറ്റവും അപകടകരമായ ഒരു കാര്യം കൂടെ എഴുതിയിരിക്കുന്നത് 23, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അതെ, ഇത് നമ്മൾ പലപ്പോഴും പല ആംഗിളിലൂടെയും നമ്മൾ ഈ വചനം കേൾക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്ത വാക്യങ്ങൾ തന്നെയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അതെ, അവസാനം പറയുന്ന ഒരു കാര്യമാണ്, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. അതെ, ആ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും അനുദിന ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിശുദ്ധീകരണം, അല്ലെങ്കിൽ ആ വിശുദ്ധീകരണമാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ഓരോ ദിവസവുമാണ്, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ വചനം വായിക്കുന്നു, ആ വചനം വായിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ വിശുദ്ധിയിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ ആ മലിനമായിരിക്കുന്ന എന്തെങ്കിലും അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം ഒരു സ്വാതന്ത്ര്യം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ, അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. ആ നിത്യജീവനിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ആ വിശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. ഓരോ വിശുദ്ധിയിലൂടെയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ലഭിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം കഴുകൽ പ്രാപിച്ച് നമ്മൾ ഓരോ ദിവസവും ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ദൈവത്തിൻ്റെ ആ തേജസ് പ്രാപിക്കുന്നവരായിട്ട് നമ്മൾ തെളിയുന്നവരായിട്ട് ഓരോ ദിവസവും നമുക്കറിയാം, ഒരു ഇരുട്ടുള്ളയിടത്ത് ആ ഒരു വെളിച്ചം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ഇവിടെ തന്നെ നമ്മൾ സുൻബാർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അടച്ച് വെട്ടമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു ഇരുട്ടത്ത് ചെറിയൊരു വെട്ടം വന്നു കഴിയുമ്പോൾ അത് നമ്മൾ കുറച്ച് നേരത്തേന് ചിലപ്പം അത് നമുക്ക് കാണത്തില്ലായിരിക്കും. പക്ഷേ കുറേ നേരം നമ്മൾ അവിടെ നിന്ന് കഴിയുമ്പോൾ ആ വെട്ടം എല്ലായിടത്തും വ്യാപിക്കുന്നതായിട്ട് കാണാം. അത് പിന്നെ നമ്മൾ അവിടെ ഇരിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ വെട്ടം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ പാപത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വെട്ടം ആ ഇരുട്ടായിരിക്കുന്ന പല ഏരിയകളിലേക്കും ആ വെട്ടം കടന്നു വരുമ്പോൾ ആ പാപം എന്നിലുണ്ടെന്ന് ആ വെട്ടം തെളിഞ്ഞു വരുമ്പോൾ ഇന്നിന്ന പാപം എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ ആ പാപത്തെ നമുക്ക് അവിടുന്ന് നീക്കിക്കളയുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. കർത്താവിനോട് ചോദിച്ച ഓരോ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസം സാജുബാർ സംസാരിച്ചപ്പോൾ പല കാര്യങ്ങളും നമ്മൾ കേട്ടു. എന്നെ വളരെ ചലഞ്ച് ചെയ്തതായിരുന്നു പാപത്തിൽ നിന്ന് ഉള്ള സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ യാഗമായി നമുക്ക് പൂർണ്ണമായിട്ടും യാഗമാക്കാൻ കഴിയുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ യാഗമാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ അബ്രാഹിമിനെക്കുറിച്ച് നമ്മൾ കേട്ടു. ആ യാഗമാക്കി തീർക്കുവാൻ വേണ്ടി നമുക്ക് കഴിയുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും നമ്മളെ യാഗമായി തീരുവാൻ കഴിയുന്നുണ്ടോ. അതിനുശേഷം അവസാനം ഇങ്ങനെ പറയുന്നത്, പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ. അതെ, ആ പാപത്തിൻ്റെ ശമ്പളമായ മരണം അല്ല നമ്മൾ മേടിക്കാൻ ആഗ്രഹിക്കേണ്ട കാര്യം. നമുക്ക് ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അതെ, ആ ഒരു നിത്യജീവന് വേണ്ടി പൂർണ്ണമായിട്ടും നമുക്ക് ആഗ്രഹിക്കാം. ദൈവം എന്നെ സഹായിച്ചതിനായിട്ട് ബലപ്പെടുത്തിനായിട്ട് നന്ദി. ആമേൻ.